ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളും മലക്കം മറിച്ചിലുകളും നടക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അനുരഞ്ജനത്തിന് വഴിതെളിയുന്നു. രാവിലെ ഫെറ കേസിൽ എഗ്മോർ കോടതിയിൽ ഹാജരാകാൻ പോകുമ്പോൾ ടി വി ദിനകരൻ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. MLA മാർ തനിക്കൊപ്പമാണെന്നും തന്നെ മാറ്റി നിർത്താൻ മറ്റാർക്കും അധികാരമില്ലെന്നുമായിരുന്നു ദിനകരൻ പറഞ്ഞത്. എന്നാൽ മണിക്കൂറുകൾക്കകം ദിനകരൻ തിരുത്തി. പാർട്ടിയെ പിളർത്താനോ സർക്കാരിനെ ദുർബലമാക്കാനോ താല്പര്യമില്ല. കക്ഷിയെ ஆட்சிக்கு எதிராக அமைந்துவிடக்கூடாது என்பதைத்தான் நான் இந்த நேரத்தில் சொல்கிறேனே தவிர எந்த காரணத்திலும் டிடிவி தினகரன் கட்சிக்கு இடையூறு வருமாறு நடந்து கொள்ள மாட்டேன். ഈ സമയത്ത് മന്ത്രിമാരെല്ലാം മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ വീട്ടിൽ യോഗം ചേരുകയും പന്നീർശെൽവം പക്ഷവുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് മുഖ്യമന്ത്രിയെ തന്നെ നിയോഗിക്കുകയും ചെയ്തു. പ്രധാന പ്രതിപക്ഷമായ DMK MK സ്റ്റാലിൻ വീട്ടിൽ യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. OPS ആകട്ടെ ദിനകരന്റെ പിന്മാറ്റത്തെ സ്വാഗതം ചെയ്യുകയും ഇത് ധർമ്മയുദ്ധത്തിന്റെ ആദ്യ വിജയമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ചർച്ചകൾ നേതാക്കന്മാരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നതിനാൽ പാർട്ടി ആസ്ഥാനത്തിന്റെ അവസ്ഥ ഇതാണ്. ദിനകരന്റെ പുതിയ പ്രസ്താവനയോടെ അധികം വൈകാതെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം അവസാനിക്കുമെന്ന് വേണം കരുതാൻ. G. പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.